ഇന്ന് സിറ്റികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് മുച്ചക്രം അഥവാ ഓട്ടോറിക്ഷ. ഏത് വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും തിരക്കുള്ള നഗരങ്ങളിൽ തൻ്റെ വാഹനങ്ങൾ സൈഡിലൂടെയെങ്കിലും പാർക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഓട്ടോക്കാരെ ആശ്രയിക്കുന്നു. പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമുക്ക് കാണാറുണ്ട്, ഓട്ടോയിൽ പെർമിറ്റ് 3 പേർക്കാണ് എങ്കിലും ചിലപ്പോൾ 5 പേരുണ്ടെങ്കിലും കയറി പോകാറുണ്ട്. പക്ഷേ ഇത് നിയമപ്രകാരം നിയമവിരുദ്ധമാണ്. വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുർ പോലും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആണ് എന്ന് കൂടി ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലും പല പാസഞ്ചേഴ്സും, എല്ലാവരും അങ്ങനെ എന്നല്ല പറയുന്നത്, പല പാസഞ്ചേഴ്സും നമ്മൾ ആഗ്രഹിച്ച ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഓട്ടോ ഡ്രൈവറോട് ശണ്ട കൂടുന്നത് കാണാൻ പറ്റും. എന്തിനായിരിക്കും എന്ന് ചോദിച്ചാൽ, അവർ 4 പേര് 5 പേരൊക്കെ ഓട്ടോയിൽ കയറി, ഇനിയിപ്പോൾ 3 പേര് കയറിയാൽ തന്നെ ഒരു സന്തോഷം എന്ന നിലക്ക് 5 രൂപ കൊടുക്കുന്നതിന് പകരമായിട്ട് 39 രൂപകളിൽ 40 രൂപ വാങ്ങിച്ചതിനോ അല്ലെങ്കിൽ 40 രൂപ ചോദിച്ചതിനോ ആയിരിക്കാം അവർ ഇങ്ങനെ ശണ്ട കൂടുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഓട്ടോക്കാരന് 3 പേരെ കൊണ്ടുപോകുമ്പോഴാണ് 30 രൂപ ചാർജ് വാങ്ങാൻ സർക്കാർ അലൗഡ് ആക്കിയിട്ടുള്ളത്. ആ സ്ഥാനത്താണ് നമ്മൾ 5 പേര് കയറിയിട്ട് അല്ലെങ്കിൽ 4 പേര് കയറിയിട്ട് 30 രൂപ കൊടുക്കുന്നത്. അവിടെ ഒരു 10 രൂപ കൂടുതൽ കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വേറൊരു നഗ്നമായ സത്യം, ഇങ്ങനെ പോകുന്ന ആളുകൾ കൂടുതലും മാളുകളിലേക്കോ മറ്റെന്തെങ്കിലും മ്യൂസിയങ്ങളിലേക്കോ ഒക്കെ ആയിരിക്കാം. അതിൻ്റെ അകത്ത് കയറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ 5 രൂപയുടെ ലേസ് പോലും 50 രൂപ കൊടുത്ത് വാങ്ങുന്ന ഇത്ര അല്പന്മാരാണ് ഈ 5 പേര് കയറിയിട്ട് 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഒരു 40 രൂപ കൊടുക്കാൻ വിഷമം കാണിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവറോട് ശണ്ട കൂടുന്നത് എന്ന് അറിയുമ്പോൾ വളരെയധികം വിഷമം തോന്നാം. ശ്രദ്ധിക്കുക, ഓട്ടോ ഡ്രൈവർ ഒരിക്കലും ഗുണ്ടകളല്ല. നമ്മൾ മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ വില വർധനവ് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ചാർജ് ഇപ്പോഴും മിനിമം 30 രൂപ എന്നുള്ള സത്യം ഒരിക്കലും മറക്കാതിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.